വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി PV അൻവർ MLA. PV അൻവർ പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും പിന്മാറണം. CPM. വിവാദങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി നാളെ തൃശൂരിൽ. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി K. സുധാകരൻ. കമ്മീഷണർക്ക് ഒറ്റയ്ക്ക് പൂരം കളിക്കാനാവില്ലെന്ന് CPI. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിലപാട് കടുപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. PK ശശിക്കെതിരെ അന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ്. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി PV അൻവർ MLA. മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായുള്ള വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി PV അൻവർ. ഒരു ഗ്യാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങിയതെന്നും ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നില്ലെന്നുമാണ് PV അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. ഒരു ഗ്യാലറിയും കണ്ടല്ല ഈ പണിക്കിറങ്ങിയത്, ഒരു കയ്യടിയും പ്രതീക്ഷിക്കുന്നുമില്ല. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും ഒപ്പമുണ്ട്, അത് മതി. ഇവിടെയൊക്കെ തന്നെ കാണും, അതിനപ്പുറം ആരും ഒരു ചുക്കും ചെയ്യാനില്ല. PV അൻവർ കുറിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിമർശനങ്ങൾക്ക് വാർത്താ സമ്മേളനത്തിലൂടെ PV അൻവർ മറുപടി നൽകിയിരുന്നു. താൻ മാത്രമല്ല EMSഉം പഴയ കോൺഗ്രസുകാരനായിരുന്നുവെന്നാണ് PV അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. PV അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ലെന്നും കോൺഗ്രസിൽ നിന്നാണ് വന്നതെന്നുമാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. PV അൻവർ പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും പിന്മാറണം. CPM. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ PV അൻവറിനെതിരെ CPM സെക്രട്ടേറിയറ്റ് പാർട്ടിയെയും മുന്നണിയെയും ദുർബലപ്പെടുത്തുന്ന നടപടിയാണ് അൻവറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും CPM പ്രസ്താവനയിലൂടെ അഭ്യർത്ഥിച്ചു. നിലമ്പൂർ MLA PV അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര MLA എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത്. അദ്ദേഹം CPI പാർലമെന്ററി പാർട്ടി അംഗവുമാണ്. ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുൻപാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട്. പരാതിയുടെ കോപ്പി പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട്. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ സർക്കാരിന്റെ അന്വേഷണത്തിലും പാർട്ടി പരിശോധിക്കേണ്ട വിഷയങ്ങൾ പാർട്ടിയുടെ പരിഗണനയിലുമാണ്. വസ്തുതകൾ ഇതായിരിക്കെ ഗവൺമെന്റിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ്. PV അൻവർ MLAയുടെ ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയുന്നതല്ല. PV അൻവർ MLA സ്വീകരിക്കുന്ന ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് ഗവൺമെന്റിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ്. ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്നും പിന്തിരിയണമെന്ന് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു. വിവാദങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി നാളെ തൃശൂരിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ തൃശൂർ ജില്ലയിൽ. തൃശൂർ കോർപ്പറേഷന്റെ ലൈഫ് പദ്ധതിയിലെ ഭൂമി കൈമാറ്റം നാളെ ഉച്ചയ്ക്ക് 12-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. പോട്ട ഡിവൈൻ ധ്യാന കേന്ദ്രം 50 കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകുന്ന പദ്ധതിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അഴീക്കോടൻ ദിനാചരണത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം വൈകിട്ട് തേക്കിങ്കാട് മൈതാനിയിൽ വെച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി K. സുധാകരൻ. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി KPCC പ്രസിഡന്റ് K. സുധാകരൻ. മുഖ്യമന്ത്രിക്ക് ഇരട്ട മുഖമാണ്. ഒന്ന് ഭരണപക്ഷത്തിന്റെയും മറ്റൊന്ന് പ്രതിപക്ഷത്തിന്റെയുമാണ്. PV അൻവർ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്നു. PV അൻവറിനെ CPM പാർലമെന്ററി പാർട്ടിയിൽ എന്തിനു നിലനിർത്തുന്നു? പുറത്താക്കിയാൽ പലതും പുറത്തുവരുമെന്ന ഭയമുണ്ടെന്നും സുധാകരൻ പറഞ്ഞു. അഭിമാനം പണയം വെച്ച് CPI എന്തിന് LDFിൽ ശ്വാസം മുട്ടി നിൽക്കണം? തിരുത്താൻ തയ്യാറെങ്കിൽ CPIയെ UDFിൽ എടുക്കും. അൻവർ നിലപാടുകൾ തിരുത്തി മുന്നോട്ട് വരുമെങ്കിൽ കോൺഗ്രസിലേക്ക് എടുക്കുമെന്ന കാര്യവും പരിഗണിക്കുമെന്ന് സുധാകരൻ പറഞ്ഞു. കമ്മീഷണർക്ക് ഒറ്റയ്ക്ക് പൂരം കളിക്കാനാവില്ലെന്ന് CPI. കമ്മീഷണർക്ക് ഒറ്റയ്ക്ക് പൂരം കലക്കാനാകില്ലെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. പൂരത്തിന്റെ പേരിൽ ആവശ്യമില്ലാതെ പഴി കേൾക്കേണ്ടി വന്നയാളാണ് താനെന്നും അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ വ്യക്തത വരണമെന്ന് പറയുന്നതെന്നും സുനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടപെടലില്ല റിപ്പോർട്ട് എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? എനിക്കറിയാലോ അതിനകത്ത് ബാഹ്യ ഇടപെടൽ ഉണ്ടായെന്ന് എനിക്ക് അറിയുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത്. ആ ഇടപെടൽ സംബന്ധിച്ച് ഇനിയിപ്പോൾ ആ റിപ്പോർട്ട് അതില്ലെങ്കിൽ പിന്നെ ബാക്കി റിപ്പോർട്ട് അല്ലെ അന്വേഷണം വേണോ വേണ്ടെന്ന് അപ്പം തീരുമാനിക്കാം. കൂടുതൽ അന്വേഷണം വേണ്ടതുണ്ടോ? ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാലേ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ആ പൂരം ഇനി മേലിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനും അതിൻ്റെ ആ പൂരം കാണാൻ വരുന്നത് നമ്മളെല്ലാവരും ഒരു സന്തോഷത്തിനും ഒരു സമാധാനത്തിനും നമ്മുടെ ഒരു കൊല്ലത്തെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ വരുന്നതാണ്.
അവിടെ നമ്മളെല്ലാവരും വരുന്നത് നമ്മുടെ ഈ രാഷ്ട്രീയത്തിൻ്റെ കുപ്പായ അഴിച്ചു വെച്ചിട്ട് വരുന്ന സ്ഥലമാണ് ഈ പൂരം എന്ന് പറയുന്ന സ്ഥലം. ആ പൂരത്തിൻ്റെ ഒരു ആഘോഷം ജനങ്ങളും അങ്ങനെ വരുന്നതാണ്. ജനങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ആ പൂരം എന്ന് പറയുന്നത് ആ രീതിയിൽ നടക്കണം എന്നുള്ളതുകൊണ്ടാണ്. അവിടെ ഒരു കലവിലയും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ ആരും ആഗ്രഹിക്കുന്നതല്ല. അപ്പം ഇനി മേലിലും അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് പറയുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് 1200 പേജുള്ള റിപ്പോർട്ടാണ്. അത് പൂർണ്ണമായി പഠിച്ചതിനു ശേഷം മാത്രമേ വിശദമായി പ്രതികരിക്കാൻ കഴിയുകയുള്ളൂ. റിപ്പോർട്ട് എന്താണ് പറയുന്നതെന്ന് അറിയില്ല. പൂരം അലങ്കോലമാക്കിയതിന് പിന്നിൽ ഗൂഢാലോചനയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപെടലുകളും നടന്നിട്ടുണ്ടെന്നും സുനിൽകുമാർ. തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ ഇത്തരം ഇടപെടലുകൾ ആവർത്തിക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്നും പൂരം കാണാൻ വരുന്നവർ രാഷ്ട്രീയത്തിന്റെ കുപ്പായം അഴിച്ചുവെച്ചിട്ടാണ് വരുന്നതെന്നും അവിടെ കലപിലയും കുഴപ്പങ്ങളും വരാൻ ആരും ആഗ്രഹിക്കുന്നില്ലെന്നും സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിലപാട് കടുപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിലപാട് കടുപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം സർക്കാർ കൈമാറാത്ത സാഹചര്യത്തിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ഈ നീക്കം. വനിതാ കമ്മീഷൻ അംഗങ്ങൾ നേരിട്ട് കേരളത്തിലെത്തി പരാതിക്കാരിൽ നിന്നും മൊഴിയെടുക്കും. സന്ദർശനം ഉടൻ ഉണ്ടാകുമെന്നും പരാതിയുള്ളവർക്ക് നേരിട്ട് സമീപിക്കാമെന്നും ദേശീയ വനിതാ കമ്മീഷൻ അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം നൽകാൻ സർക്കാരിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിന് പോലും മറുപടി ലഭിച്ചിരുന്നില്ല. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ ലൈംഗിക ഉപദ്രവവും ചൂഷണവും വെളിപ്പെടുത്തിയ 70-ലധികം പേരുടെ മൊഴി ഗൗരവമുള്ളതാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം വിലയിരുത്തിയിരുന്നു. മൊഴി നൽകിയവരെ നേരിട്ട് ബന്ധപ്പെടാനാണ് SITയുടെ തീരുമാനം. മൊഴി നൽകിയ നടിമാർ അടക്കമുള്ളവരെ കണ്ടെത്തേണ്ട ചുമതല SITയിലെ അംഗങ്ങൾക്ക് വിഭജിച്ച് നൽകിയിട്ടുണ്ട്. PK ശശിക്കെതിരെ അന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ അന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. അന്വേഷണം നിഷ്പക്ഷമായിരിക്കണമെന്നും നീതിയുക്തമായിരിക്കണമെന്നുമാണ് UDFന്റെ നിലപാടെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പൊതുമധ്യത്തിലുള്ള വിഷയമാണെന്നും തള്ളിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണ്ണക്കടത്ത് മാത്രമല്ല, അനവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ പോലീസ് സംഘം ചെയ്തിരിക്കുന്നുവെന്ന ആരോപണം നിലവിലുണ്ടായിരുന്നതാണെന്നും അത് ഗൗരവമുള്ളതാണെന്നും കുഞ്ഞാലിക്കുട്ടി UDF പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. പൂരം കലക്കിയതിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പൂരം കലക്കിയതല്ലെങ്കിൽ കലങ്ങാനും പാടില്ല. ഇത്രയും മഹത്തായ പൂരം ചരിത്രത്തിൽ എപ്പോഴെങ്കിലും കലങ്ങിയിട്ടുണ്ടോ? എല്ലാ സർക്കാരിൻ്റെ കാലത്തും ഭംഗിയായി നടക്കുന്ന പൂരം കലങ്ങാൻ പാടില്ലല്ലോ. പൂരം കലക്കിയതെന്ന ആരോപണം ഉണ്ടാകുമ്പോൾ അത് പൊളിറ്റിക്കൽ വിഷയം കൂടിയാണ്. ഇതിൽ കൂടുതൽ അന്വേഷണം നടക്കണം. ആരോപണ വിധേയൻ തന്നെ ഇത് അന്വേഷിച്ചുവെന്നതും വിമർശനമാണ്. പൂരം കലക്കിയതിൻ്റെ ഫലമായി വളരെ അസാധാരണമായ സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടായതെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു. ആ രോഷം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കും UDF സ്ഥാനാർത്ഥിക്കുമെതിരെ വന്നു. അതിൻ്റെ ഗുണഭോക്താക്കൾ BJP ആയി എന്നത് ചെറിയ സംഭവമല്ല. കേരളത്തിൽ നിന്നും ഒരു ലോക്സഭാ സീറ്റ് BJP ജയിച്ചത് അങ്ങനെയാണെന്ന ആരോപണം ചെറിയ സംഭവമല്ലെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന അഭിപ്രായം വന്നതെന്നും നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. P ശശിക്കെതിരെയുള്ള അന്വേഷണം അവരുടെ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വന്ന ആവശ്യം തന്നെയാണ്. ഭരണകക്ഷി MLAയും ഭരണകക്ഷിയിൽ തന്നെയുള്ള പാർട്ടി നേതാക്കളും മുൻ മന്ത്രിയും പറഞ്ഞത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവമുള്ള സംഗതിയാണെന്നാണ്. UDFനെതിരെ ക്യാമ്പയിൻ ചെയ്യും, ജനങ്ങൾ വിധിയെഴുതും. മലപ്പുറത്തെ പോലീസ് കുറച്ചു കാലം നടത്തിയ മൊത്തം കാര്യങ്ങളെക്കുറിച്ചും ദുരൂഹതയുണ്ട്. ചെറിയ ആരോപണമല്ല വന്നത്, അനവധി കേസുകളാണ് വന്നതെന്നും നമ്മൾ അന്ന് തന്നെ ഇതിൽ പ്രക്ഷോഭം നടത്തിയതാണ്. അതിനിടെയാണ് ഒരാളെ തല്ലിക്കൊന്നത്. ഇതാണ് പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തത്, കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ ഗ്രൗണ്ട് ആക്ഷൻ കൗൺസിൽ മനുഷ്യചങ്ങല തീർത്തു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ ഗ്രൗണ്ട് ആക്ഷൻ കൗൺസിൽ മനുഷ്യചങ്ങല തീർത്തു. ആക്ഷൻ കൗൺസിലർ പ്രതിനിധി സതീഷ് കുമാറിന്റെ മകൻ ആദിത്യ കൃഷ്ണൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൗൺസിലർ സന്ധ്യ കൊടക്കേടത്ത് അധ്യക്ഷത വഹിച്ചു. പ്രവർത്തനങ്ങളുമായി 1 കോടി രൂപയുടെ പ്രൊജക്ട് വർക്ക് സമർപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവിടെ JCB ഉപയോഗിച്ച് മണ്ണ് മാന്തി പുല്ലും നീക്കി ഇങ്ങനെ കൂമ്പാരം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. ഈ ഗ്രൗണ്ട് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് 2 അടിയോളം മണ്ണിട്ട് ഉയർത്തി
എന്നിട്ടാണ് ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് ഇവിടുന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ നാളെ ഇതുവരെയായിട്ട് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്നോ കൃത്യമായിട്ടുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ടോ അല്ലെങ്കിൽ ഇതിന്റെ വിശദാംശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വിശദമായിട്ടുള്ള മീറ്റിംഗോ ഡിവിഷൻ കൗൺസിലറായ എന്നെയോ ഈ പരിസരവാസികളെയോ ഒന്നും തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. പലവട്ടം നമ്മൾ ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നഗരസഭയിൽ അന്വേഷിക്കുമ്പോൾ നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് യാതൊരുവിധ അറിവും ഇതിനെ കുറിച്ച് ഉണ്ടായിരുന്നില്ല. അവിടുത്തെ എഇക്കും ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളോട് പറഞ്ഞ മറുപടി. ചെയർമാനോ എഇക്കോ അല്ലെങ്കിൽ PWDയിൽ അന്വേഷിച്ചു, ആരോട് അന്വേഷിച്ചാലും ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം സ്പോർട്സ് കൗൺസിൽ ആണ് ഇത് നടത്തുന്നത് എന്നുള്ള ധാരണയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പലതവണ നഗരസഭയിൽ ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടും മറുപടി കിട്ടാതിരിക്കുകയും ഇത് ഇങ്ങനെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇവിടെ ഒരു ഉദ്ഘാടന പരിപാടി ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ആ പരിപാടിക്ക് ശേഷം ഞങ്ങള് ഇവിടത്തെ ഈ പരിസരവാസികൾ 45-50ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെയും ഒപ്പ് ശേഖരിച്ച് ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാൻ ആയിട്ടുള്ള ജില്ലാ കളക്ടർക്ക് ഇവിടുന്ന് പരാതി നൽകുകയുണ്ടായി. അതായത് ഈ ഗ്രൗണ്ടിന്റെ വികസനത്തിനൊന്നും ഇവിടെയുള്ള ആളുകളോ ജനപ്രതിനിധികളോ ഒരു തരത്തിലും എതിര് നിൽക്കുന്നില്ല. ഗ്രൗണ്ട് പരിസരത്ത് താമസിക്കുന്നവരും മനുഷ്യച്ചങ്ങലിൽ പങ്കെടുത്തു. നഗരസഭാ കൗൺസിലർ PN വൈശാഖ്, കോൺഗ്രസ് നേതാക്കളായ K അജിത് കുമാർ, ഷാഹിദ റഹ്മാൻ, ജിജോ കുര്യൻ, NR സതീശൻ, PJ രാജു, സിന്ധു സുബ്രഹ്മണ്യൻ, ബിജു ഇസ്മായിൽ, KK അബൂബക്കർ, CR രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. വിഷയങ്ങൾ നമ്മൾ എല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ കൃത്യമായി ഒരു 2 മീറ്ററിന്റെ ചാലില്ലാതെ വെറും 2 അടി ചാലിട്ടതുകൊണ്ട് ഇവിടുത്തെ വെള്ളം പൂർണ്ണമായിട്ട് ഈ ഗ്രൗണ്ടിൽ വീഴുന്ന വെള്ളം പോലും പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മണ്ണ് മാഫിയെ സഹായിക്കാൻ മണ്ണിട്ട് ഹൈറ്റ് കൂട്ടി ഈ ഗ്രൗണ്ട് നവീകരിച്ചേ പറ്റൂ, മണ്ണടിച്ച് ഗ്രൗണ്ട് നവീകരിക്കൂ എന്ന് വാശി പിടിക്കുന്ന മണ്ണ് മാഫിയുടെ ദല്ലാളായിട്ട് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ മാറിയതിന്റെ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഗ്രൗണ്ട് വികസനത്തിന് ജനകീയ ആക്ഷൻ കൗൺസിൽ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നു. ഇത് നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ എല്ലാവരും കൈയടിച്ച് ഈ നിർദ്ദേശങ്ങൾ പാസ്സാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടങ്ങുക. ഒന്നാമത്തെ നിർദ്ദേശം, MLA, ചെയർമാൻ, ഡിവിഷൻ കൗൺസിലർമാർ ഗ്രൗണ്ട് ഉയർത്തുന്നത് മൂലം പാരിസ്ഥിതിക പ്രശ്നം അനുഭവിക്കേണ്ടി വരുന്ന സ്ഥലനിവാസികൾ, കായിക പ്രേമികൾ എന്നിവരെ യോഗം വിളിച്ച് അവരുടെ അടിയന്തര അഭിപ്രായത്തിന് ശേഷം എസ്റ്റിമേറ്റ് പുനരുദ്ധരിച്ച് വർക്കുകൾ പുനരാരംഭിക്കുക. ഒന്നാമത്തെ നിർദ്ദേശം. രണ്ടാമത്തെ നിർദ്ദേശം, കുമ്മായച്ചിറ പൊളിച്ച് നീക്കി വീതി കൂട്ടി ആഴം കൂട്ടി പുഴയിലെ മണ്ണ് നീക്കം ചെയ്ത് ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കി വെള്ളം കയറാത്ത രീതിയിൽ സൈഡ് ഭിത്തി കെട്ടി സംരക്ഷിച്ചതിന് ശേഷം ഗ്രൗണ്ടിന്റെ പുനരുദ്ധാരണം ആരംഭിക്കുക. ഇരട്ടക്കുളങ്ങര പ്രദേശത്ത് നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഒഴുകി പോകുന്നതിന് തക്കതായ രീതിയിൽ ഗ്രൗണ്ടിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് കാന വലിയ കാനയായി 2 മീറ്ററിൽ കുറയാത്ത കാനയായി സ്ഥാപിച്ച് ഗ്രൗണ്ട് പുനരുദ്ധരിക്കുക. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ഗ്രൗണ്ട് പ്രദേശത്തെ ജനങ്ങൾ എല്ലാവരും വളരെയധികം ആശങ്കയിലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് നവീകരണം എന്ന രീതിയിൽ നമ്മുടെ നഗരസഭ ഇവിടുത്തെ ജനങ്ങളെയോ ജനപ്രതിനിധികളെയോ കേൾക്കാതെ ഈ ഗ്രൗണ്ട് ഉയർത്തിക്കൊണ്ട് ഇവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, അതിന് ഞങ്ങൾ ആരും എതിരല്ല. കാരണം ഇവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ കൗൺസിലർമാരും അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉള്ള സമയത്ത് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം, ഞങ്ങളിവിടെ നിൽക്കുന്ന ഈ കെട്ടിടം ഇത് തന്നെ ഞാൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് 2010-15 പൈക്ക ഫണ്ട് ഉപയോഗിച്ച് ചെയ്തതാണ്. പിന്നെ അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനം, ഏതൊരു പ്രവർത്തനമാണെങ്കിലും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമയത്താണ് ഇവിടെ
നടത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വികസന വിരോധികളല്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് നവീകരണത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ഏറ്റവും ആദ്യം രംഗത്ത് വരുന്നതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റും കൗൺസിലർമാരുമുള്ള സമയത്ത് തന്നെയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട സി എൻ ഇവിടെ മന്ത്രിയായിട്ട് വന്ന സമയത്താണ് ആദ്യമായിട്ട് ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇവിടുത്തെ ഗ്രൗണ്ടിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് വലിയ വികസന വിരോധികളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്ന CPIMൻ്റെ മുനിസിപ്പൽ ചെയർമാനും ഇപ്പോൾ ഉള്ള DYFIയുടെ നേതാക്കളുമൊക്കെ അന്ന് യാതൊരു പ്രശ്നമില്ല. ഇന്നത്തെ പോലെ ഈ പ്രളയത്തിൻ്റെ ദുരിതങ്ങളൊന്നും നമുക്കന്ന് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഈ 2018 ഈ 24 ഈ പ്രളയം ഇത്രയധികം ദുരന്തം വിതച്ചുകൊണ്ട് പോയത്. അന്ന് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്ത സമയത്ത് ഈ ഗ്രൗണ്ട് നവീകരണവുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ടിൻ്റെ സ്ഥലം ഇത്രയല്ല, ഇപ്പോഴുള്ള സ്ഥലമല്ല, 1 ഏക്കറോളം സ്ഥലം ഇവിടുത്തെ ഗ്രൗണ്ട് നിവാസികൾ കയ്യേറിയിരിക്കുകയാണ്. ആ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഇവിടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് സമരം നടത്തി ഇവിടുത്തെ ഈ വർക്ക് ഏറ്റെടുത്ത കോൺട്രാക്ടറെ ഭീഷണിപ്പെടുത്തി നമ്മുടെ ഉദ്യോഗസ്ഥ സമൂഹത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്തി നിർത്തുന്ന ഒരു പ്രവൃത്തിയാണ് CPM അന്ന് ചെയ്തത്. അങ്ങനെ അന്നേ ഏറ്റവും ഫസ്റ്റ് തന്നെ ഈ ഗ്രൗണ്ട് നവീകരിക്കാൻ വേണ്ടി തുടക്കം കുറിച്ച് നമ്മളെ അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു ഇരട്ടത്താപ്പ് നയവുമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ചെയർമാൻ അടക്കമുള്ള CPIMൻ്റെ നേതാക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. തൃശ്ശൂർ പൂരം കളിക്കിയതിൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. തൃശൂർ പൂരം കലക്കിയതിൽ ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്ന് ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്നും പൂരത്തിലെ പോലീസ് നടപടി കോടതി നിർദ്ദേശം പരിഗണിച്ചാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 1200-ലധികം പേജുകളുള്ള റിപ്പോർട്ടാണ് അജിത് കുമാർ DGPക്ക് സമർപ്പിച്ചത്. പൂരത്തിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട്. എത്ര പോലീസുകാരെയാണ് ഓരോ സ്ഥലങ്ങളിലും വിന്യസിച്ചതെന്നും വെടിക്കെട്ട് നടന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്നും തുടങ്ങി പൂരവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടിക്രമങ്ങളുടെ പൂർണ്ണരൂപമാണ് റിപ്പോർട്ടിലുള്ളത്. പൂരം കലക്കി എന്ന ആക്ഷേപത്തെ പൂർണ്ണമായി തള്ളുന്നതാണ് റിപ്പോർട്ട്. ഗൂഢാലോചനയോ ബാഹ്യ ഇടപെടലോ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പ്രവർത്തിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ വീഴ്ചകളെ പറ്റി 12 പേജുകളിലായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പരിചയസമ്പത്തുള്ള ഉദ്യോഗസ്ഥനാണ് അങ്കിത് എന്നും എന്നാൽ ഈ പരിചയസമ്പത്ത് വേണ്ട പോലെ ഉപയോഗിച്ചില്ലെന്നും ആക്രമികളെ പെരുമാറുന്ന രീതിയിലാണ് അങ്കിത് അശോകൻ പെരുമാറിയതെന്നും റിപ്പോർട്ടിലുണ്ട്. തൃശൂർ പൂരം കൈകാര്യം ചെയ്യുമ്പോൾ അനുനയ ശ്രമം നടത്തുന്നതിൽ അങ്കിത് അശോകന് ഗുരുതരമായ വീഴ്ച പറ്റിയെന്നും ഇതാണ് പൂരം അലങ്കോലപ്പെടാൻ കാരണമായതെന്നും ഒരിടവേള. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. വീണ്ടും വാർത്തകളിലേക്ക്. തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് തള്ളി K മുരളീധരൻ. തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് തള്ളി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ജുഡീഷ്യൽ അന്വേഷണം നടക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. 3 പ്രധാനപ്പെട്ട കക്ഷികൾ ഇതേ ആവശ്യം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് ഇത്ര വാശിയെന്നും മുരളീധരൻ. തൃശൂർ പൂരം അട്ടിമറിച്ചതിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്ന അന്വേഷണ റിപ്പോർട്ടിനോട് പ്രതികരിക്കുകയായിരുന്നു മുരളീധരൻ. അന്വേഷണം പ്രഖ്യാപിക്കുന്ന സമയത്ത് അന്വേഷണ ചുമതലയുള്ള ADGP RSS നേതാവിനെ കണ്ടെന്ന വാർത്ത പുറത്തു വന്നിട്ടില്ല. പിന്നാലെയാണ് തൃശൂർ പൂരം അട്ടിമറി ADGP അന്വേഷിക്കേണ്ടതില്ലെന്നും മറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടതും. അജിത് കുമാറിന്റെ റിപ്പോർട്ട് എന്താണെങ്കിലും അതിന് വിശ്വാസ്യതയില്ല. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നതിൽ ഉറച്ചു നിൽക്കുന്നു. പൂരം കലങ്ങിയ വിവാദത്തിന് ശേഷമാണ് രാഷ്ട്രീയ ചിത്രം മാറിയത്. പൂരം അട്ടിമറിയിൽ നേട്ടമുണ്ടാക്കിയത് BJP-യാണ്. BJPക്ക് കേരളത്തിൽ നിന്നും MP വേണമെന്ന നിർബന്ധം കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ LDF മുൻ കൺവീനർ EP ജയരാജനോട് പറഞ്ഞിരുന്നു. തിരുവനന്തപുരത്തായിരുന്നെങ്കിൽ പൊങ്കാല കലക്കിയേനെ. പക്ഷേ തിരഞ്ഞെടുപ്പിന് മുമ്പ് പൊങ്കാല കഴിഞ്ഞുപോയി.
തൃശൂരിൽ BJP വിജയിച്ചതോടെ കരിവന്നൂരും SNC ലാവ്ലിൻ കേസും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണങ്ങളും ചിത്രത്തിൽ ഇല്ല. കെ മുരളീധരൻ പറഞ്ഞു. തൃശൂർ പൂരം റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രയാസമെന്ന് രമേശ് ചെന്നിത്തല. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തി എന്ന ആരോപണത്തിന് വിധേയനായ ആൾ തന്നെ പൂരം കലങ്ങിയതിൽ ബാഹ്യ ഇടപെടൽ ഇല്ല എന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പരിഹാസ്യമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കമ്മീഷണറെ ബലിയാടാക്കി കൈകഴുകുക. ഇതിനപ്പുറം ഒരു റിപ്പോർട്ടും ആരും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 1300 പേരുള്ള സചിത്ര ലേഖനമാണ് കൊടുത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിന്റെ കോപ്പി കിട്ടിയിട്ട് വിശദമായി പ്രതികരിക്കാം. താനുള്ളപ്പോൾ പൂരം കലക്കാൻ പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല എന്നാണോ ADGP ഉദ്ദേശിച്ചത് എന്നതും വ്യക്തമല്ല. പക്ഷേ പൂരം കലക്കിയ ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ല. കേരളത്തിന്റെയും തൃശൂരിന്റെയും വികാരമാണ് തൃശൂർ പൂരം. കരുവന്നൂർ ബാങ്ക് അഴിമതി അന്വേഷണം അവസാനിപ്പിക്കുന്നതിനായി നൽകിയ ഡീലാണ് തൃശൂരിലെ BJP വിജയം. അതിനായി പൂരം കലക്കൽ അടക്കമുള്ള കുൽസിത പ്രവർത്തികളാണ് മുഖ്യമന്ത്രിയും CPM-ഉം ചെയ്തത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിനു ശേഷം കരുവന്നൂർ ബാങ്കിലെ അന്വേഷണം ഏതാണ്ട് അവസാനിച്ചു. പ്രമുഖ നേതാക്കളുടെ ചോദ്യം ചെയ്യലും അറസ്റ്റും ഉടൻ ഉണ്ടാകുമെന്നുള്ള ബഹളവും എല്ലാം അവസാനിച്ചു. പൂരം കലക്കലും കരുവന്നൂർ ബാങ്ക് അന്വേഷണവുമായുള്ള ബന്ധവും അന്വേഷണ വിധേയമാക്കണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തിൽ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട വിഷയത്തിൽ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ആരോപണ വിധേയനായ ADGP-യാണ് കേസ് അന്വേഷിച്ചത്. അന്വേഷണം പ്രഹസനമാണ്. ആരോപണ വിധേയൻ തട്ടിക്കൂട്ടിയതാണ് റിപ്പോർട്ട്. ആ അന്വേഷണ റിപ്പോർട്ടിന് എന്ത് പ്രസക്തിയാണുള്ളതെന്നും VD സതീശൻ ചോദിച്ചു. തൃശൂർ പൂരം കലക്കിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും VD സതീശൻ ആവർത്തിച്ചു. പൂരം കലക്കി വികാരമുണ്ടാക്കിയത് BJP-യെ ജയിപ്പിക്കാൻ നടത്തിയ ശ്രമമാണ്. പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നു. ഇക്കാര്യം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ശക്തമായ സമരം നടത്തും. UDF യോഗം ചേർന്ന് കൂടുതൽ സമര പരിപാടികൾ തീരുമാനിക്കും. കോൺഗ്രസ് നിയമപരമായ മാർഗങ്ങൾ തേടുമെന്നും VD സതീശൻ വ്യക്തമാക്കി. CPM ചരിത്രത്തിലെ ഏറ്റവും വലിയ അപകടാവസ്ഥയിലാണെന്നും VD സതീശൻ വിമർശിച്ചു. പിണറായി വിജയനോട് വേറെ ജോലി നോക്കാൻ പറയണം. പ്രകാശ് ജാവദേക്കറെ താനും കണ്ടിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് പ്രകാശ് ജാവദേക്കറെ കാണേണ്ട കാര്യം എന്താണ്? അവർ തമ്മിൽ എന്താണ് ചർച്ച? ADGP പോയത് മുഖ്യമന്ത്രിയുടെ ദൂതനായി തന്നെയാണ്. കോൺഗ്രസ് പാരമ്പര്യമുള്ളയാളാണെങ്കിൽ PV അൻവറിനെ എന്തിനാണ് തോളത്ത് വെച്ച് നടക്കുന്നത്? അൻവറിനെ മുഖ്യമന്ത്രി ഭയക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് US പ്രസിഡന്റ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിലെ ചിത്രങ്ങൾ X-ൽ പങ്കുവെച്ച് US പ്രസിഡന്റ് ജോ ബൈഡൻ. എപ്പോഴെല്ലാം മോദിയുമായി ഒരുമിച്ചിരുന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം പരസ്പര സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ കണ്ടെത്താറുണ്ടെന്നും അദ്ദേഹം കുറിച്ചു. ചരിത്രത്തിലെ ഏത് സമയത്തേക്കാളും ശക്തവും ചലനാത്മകവുമാണ് നിലവിൽ ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ പങ്കാളിത്തം. പ്രധാനമന്ത്രി മോദി, നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴെല്ലാം സഹകരണത്തിനുള്ള പുതിയ മേഖലകൾ കണ്ടെത്താനുള്ള നമ്മുടെ കഴിവിൽ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. ഇന്നും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല, പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞു. മോദിക്കൊപ്പം വിദേശകാര്യമന്ത്രി S ജയശങ്കർ, വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, US-ലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് മോഹൻ ക്വാക്ട്ര എന്നിവരുമുണ്ടായിരുന്നു. സൗഹൃദ വായനക്കൂട്ടം കൊടുങ്ങല്ലൂരിൽ. സൗഹൃദ വായനക്കൂട്ടത്തിന് തുടക്കം കുറിച്ചു. പുസ്തകപ്പുരയുടെ നൂതന സംരംഭമാണ് വായനക്കൂട്ടം. കൊടുങ്ങല്ലൂർ മേത്തലയിലെ സൗഹൃദ റെസിഡൻഷ്യൽ കോളനിയിലെ 40ഓളം വരുന്ന കുട്ടികൾക്കാണ് വായനശാല തുടങ്ങുന്നത്. വായനയിൽ താല്പര്യമുള്ള 2-3 കുട്ടികളുടെ വീടുകളിലാണ് പുസ്തകങ്ങൾ സൂക്ഷിക്കുക. പുസ്തകങ്ങൾക്കു നമ്പറിടുക, പുസ്തകങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക, വിതരണ രജിസ്റ്റർ സൂക്ഷിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടികൾ തന്നെ ചെയ്യണം. 16 കുട്ടികൾക്ക് വീട്ടിൽ ഒരു വായനശാല തുടങ്ങുന്നതിന് വേണ്ടി പുസ്തകങ്ങൾ കൊടുക്കുക. അതാണ് നമ്മുടെ സംവിധാനം. 50 പുസ്തകം കൊടുക്കും. ആ പുസ്തകം വാങ്ങുന്ന കുട്ടികൾ അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കും. വായിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകങ്ങളെ കുറിച്ച് കുറിപ്പെഴുതും. അടുത്ത വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടികളുടെ പേര് രജിസ്റ്റർ ആയിട്ട് എഴുതി വയ്ക്കും. അപ്പൊ ഒരു വീട് തന്നെ ചെറിയൊരു വായനശാലയായി തീരുന്ന സംവിധാനമാണ്. അപ്പൊ ഈ വർഷത്തെ കുട്ടികളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പത്രത്തിൽ നമ്മളൊരു വാർത്ത കൊടുത്തു. അപ്പൊ ആ വാർത്ത കണ്ടിട്ടാണ് സിദ്ദിഖ് എന്നെ വിളിച്ചത്.
അപ്പൊ സിദ്ദിഖ് പറഞ്ഞു ഞങ്ങളുടെ അവിടെ 40 കുട്ടികളുണ്ട്, 40ഓളം കുട്ടികളുണ്ട്. അപ്പൊ നമ്മുടെ ഒരു രീതി അനുസരിച്ച് 40ഓളം കുട്ടികൾക്ക് പുസ്തകം കൊടുക്കുന്ന സംവിധാനം അങ്ങനെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പോൾ തന്നെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് 22ഓളം കുട്ടികൾ നമ്മുടെ പുസ്തകപ്പുരയിൽ അംഗങ്ങളാണ്. ആദ്യത്തെ തവണ നമ്മൾ ആ പുസ്തകം കൊടുത്ത സമയത്ത് ഇവിടുത്തെ മുനിസിപ്പൽ ചെയർമാനാണ് അത് ഉദ്ഘാടനം ചെയ്തതും പുസ്തകം വിതരണം ചെയ്തതും ഷിനിജ എൻ്റെ വിദ്യാർത്ഥിനിയാണ്. ഷിനിജ നാട്ടികസം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഷിനിജയാണ് അന്നത്തെ പുസ്തക വിതരണം നടത്തിയത്. രണ്ടാമത് കൊടുങ്ങല്ലൂർ, കഴിഞ്ഞ വർഷം കൊടുങ്ങല്ലൂർ വെച്ച് കൊടുത്ത സമയത്ത് ബക്കർ മേത്തന മാഷ്, ഇവിടെ അടുത്താണല്ലോ താമസം, ബക്കർ മാഷാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. ഈ വർഷം അതുപോലെ പത്രത്തിൽ കണ്ടപ്പോ സിദ്ദിഖ് ഈ കാര്യം പറഞ്ഞതിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ കഴിയില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഈ റെസിഡൻസ് നമ്മളൊരു ഗ്രൂപ്പായിട്ട് എടുത്ത് 2 or 3 വീടുകൾ നിങ്ങൾ വായനശാലകളാക്കി തീർക്കുക. 2 or 3 കുട്ടികളുടെ പേരിൽ നമുക്ക് ഈ പുസ്തകങ്ങൾ കൊടുക്കാം. മാസത്തിൽ 1-2 തവണ യോഗം ചേർന്ന് വായനക്കുറിപ്പുകൾ, സ്വന്തം കഥ, കവിതകൾ അവതരിപ്പിക്കുക, പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക ഇവയും ചെയ്യാം. മുതിർന്നവർ നിർദ്ദേശങ്ങളും സഹായങ്ങളുമായി ഒപ്പമുണ്ടാകണം. പിറന്നാൾ തുടങ്ങിയ വിശേഷാവസരങ്ങളിൽ കുട്ടികൾക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകുക. അവയെല്ലാം വായനശാലയ്ക്ക് മുതൽക്കൂട്ടാകും. വായന ഒരു ലഹരിയാക്കി മാറ്റലാണ് ലക്ഷ്യം. നിങ്ങൾ ഒരു റെസിഡൻഷ്യൽ കോളനി താമസക്കാരനാണെങ്കിൽ അവിടെയും തുടങ്ങാം. ഫ്ളാറ്റുകളിലും മറ്റും താമസിക്കുന്ന കൂട്ടുകാർക്ക് ഈ ആശയം കൈമാറാം. സഹായം വേണമെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാം. ഡോക്ടർ NR ഗ്രാമപ്രകാശ്, ചെയർമാൻ, പുസ്തകപ്പുര. ഫോൺ 9995431033. അമിത ജോലിഭാരത്തെ തുടർന്ന് മരണപ്പെട്ട അന്യയുടെ കുടുംബത്തിന് ആശ്വാസമായി രാഹുൽ ഗാന്ധി. പൂനെ ഈവയിൽ അമിത ജോലിഭാരത്തെ തുടർന്ന് മരണപ്പെട്ട അന്ന സെബാസ്റ്റ്യൻ പേരേലിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മരണം ജോലി സമ്മർദ്ദം മൂലമെന്ന കുടുംബത്തിന്റെ പരാതി പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് രാഹുൽ ഗാന്ധി മാതാപിതാക്കൾക്ക് ഉറപ്പ് നൽകി. വീഡിയോ കോളിലൂടെയായിരുന്നു കുടുംബവുമായി സംസാരിച്ചത്. പൂനെയിൽ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്ന കൊച്ചി കങ്ങാരപ്പടി സ്വദേശിനി അന്ന ജൂലൈ 20 ഹൃദയസ്തംഭനം മൂലം താമസ സ്ഥലത്ത് മരണപ്പെടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി PV അൻവർ MLA. PV അൻവർ പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും പിന്മാറണം CPM. വിവാദങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി നാളെ തൃശ്ശൂരിൽ. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി K. സുധാകരൻ. കമ്മീഷണർക്ക് ഒറ്റയ്ക്ക് പൂരം കളിക്കാനാവില്ലെന്ന് CPI. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിലപാട് കടുപ്പിച്ച് ദേശീയ വനിതാ കമ്മീഷൻ. PK ശശിക്കെതിരെ അന്വേഷണം വേണമെന്ന് മുസ്ലിം ലീഗ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.